സമയം വൈകുന്നേരം 6 മണി. ഉച്ചരിഞ്ഞ് 6 മണിട്ടാണ്. ഞാൻ ജഗുവിനെയും കൊണ്ട് ഇങ്ങോട്ട് പോകണം നോക്കാം. ആരുമില്ല. അപ്പോൾ ജഗു നിതിനാണെങ്കിൽ വന്നിട്ടില്ല. അപ്പോൾ ജഗുവിനെ കൊണ്ട് നോക്കാം. നമ്മുടെ ഈ ചോളല്ലേ, ചോളത്തിൻ്റെ പൊതി വാങ്ങിച്ചു കൊണ്ടിട്ട് ഇപ്പോൾ ഒരു 5 ദിവസമായി നമ്മളത് നട്ടിട്ടില്ല. അപ്പോൾ ഇന്നലെ തൊട്ടിട്ട് ഭയങ്കര മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മഴ. ഇന്നലെ ഭയങ്കര മഴയില്ല നടന്നത്. ചോളത്തിന് നമ്മൾ ഇവിടെ നിന്ന് നടാൻ പോകണം കേട്ടോ. അപ്പോൾ രസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ മഴ കണ്ടിട്ട് ഇന്ന് ഈ ജില്ലാ കളക്ടർ അവധി കൊടുത്തു സ്കൂളുകാർക്ക്. ഇന്ന് തൃശ്ശൂർ ജില്ല മുടക്കാന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തിനാ മഴ എന്ന് പറഞ്ഞ സാധനം പെയ്തിട്ടില്ല. അപ്പം ഞാനും ജഗും സരിതും കൂടിയിട്ട് ഇന്ന് 12 മണിക്ക് JSK സിനിമയില്ലേ, ആ സിനിമ കാണാൻ പോയി വന്നു. അപ്പം ഇങ്ങനെ വീട്ടിൽ സിനിമ കണ്ട് വന്നിട്ട് പിന്നെ 3 മണിക്ക് കഴിഞ്ഞ് 3:30 ആയി കഴിഞ്ഞിട്ട് പിന്നെ ചോറുണ്ടിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഇറയും തുടച്ചു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ തോന്നി പറമ്പിലേക്ക് ഒന്ന് വന്നിട്ട് കളയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണികൾ ഇഷ്ടം പോയിട്ടില്ലോ. മഴ പെയ്തപ്പോഴേ നമ്മുടെ മുന്നത്തെ പോലെയല്ല. മഴ പെയ്തപ്പോൾ സാധാരണഗതിയിൽ ഇവിടെ ഭയങ്കര മഴയിലായിരുന്നു. ഇന്നലെ കാലത്തൊട്ടിട്ട് നേരം നിർത്താനുള്ള മഴയായിരുന്നു. ഫുള്ള് വെള്ളം ഇവിടെ നിറച്ചാവും. പക്ഷേ നമ്മൾ തടങ്ങളിങ്ങനെ കോരിയിട്ട കാരണം വെള്ളം എന്ന് പറഞ്ഞ സാധനമില്ല. നമ്മുടെ ഒരു സാധനം പോലും നാശമായി പോയിട്ടില്ല. അതിൽ നമുക്ക് സന്തോഷിക്കാനൊരു ഭാഗ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി ചോളത്തിന് നടാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഒന്നും നാശമായി പോയില്ല എന്ന് മനസ്സിലായില്ല. സരിത വീട്ടിലത്തെ അപ്പുറത്തെ പണികളൊക്കെ നോക്കണ്ടായിരുന്നു. ഞാനിങ്ങോട്ട് പോന്നു. ജഗു വിചാരിച്ചു വെറുതെ കളിക്കാനായിട്ട് ചേട്ടന്മാരെ അവിടേക്ക് വലിച്ചിൻ്റെ അവിടേക്കാണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഞാൻ ജഗുവിനെയും വിളിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. സാധാരണഗതിയിൽ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമില്ലാട്ടത്. നമ്മൾ പിള്ളേർക്ക് മനസ്സിനാണെങ്കിൽ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അവർ വല്ലയിടത്തേയും പോകാൻ അല്ലെങ്കിൽ കളിക്കാൻ ഇതിനൊക്കെ പോകുന്ന ടൈമിലാവും അച്ഛനമ്മമാർ ഓരോ പണികൾക്ക് വിളിക്കുക. ആ സമയത്ത് പിള്ളേർക്ക് വീട്ടുകാരോട് വരുന്ന ദേഷ്യം എന്ന് പറഞ്ഞില്ലേ, ഭയങ്കര ദേഷ്യമാണ്. നമുക്ക് അനുഭവം ഉണ്ടല്ലോ. നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ പന്ത് കളിക്കാനും ഇതിനൊക്കെ ആയിട്ട് നമ്മൾ പിള്ളേരുകളൊക്കെ സെറ്റാക്കിയിട്ട് ദേ എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴാവും നമുക്ക് വീട്ടിലത്തെ പണികൾ ഓരോന്ന്. ആ നെല്ല് കുത്തിച്ചോണ്ടാ കൊണ്ടുപോടാ, അല്ലെങ്കിൽ ആ പശുവിനുള്ള പുല്ലരിഞ്ഞ് കൊണ്ടുവന്ന ഇങ്ങനത്തെ പണികളൊക്കെ ഒന്ന് അറച്ചുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് അച്ഛനമ്മമാരോട് വരുന്ന ദേഷ്യമില്ലേ, സത്യത്തിൽ ദേഷ്യം വരാൻ പാടില്ല. കാരണം നീ പറയുന്നതൊന്നും കേൾക്കണില്ല. ആ മൈക്ക് വയ്ക്കി. ഞാനിവിടെ മര്യാദയ്ക്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് വെച്ചോ, എന്നിട്ട് എന്നോട് എന്തെങ്കിലും പറയാണെങ്കിൽ പറഞ്ഞു. ഞാൻ മര്യാദയ്ക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചോളാനാ. അല്ല, ഞാൻ ഇവിടെ മര്യാദയ്ക്ക് വീഡിയോ എടുത്തോണ്ട് ജഗുവിനെ വിളിച്ചു കൊണ്ടിട്ട് എടുക്കണില്ല. നീ അതിനെ ഞാനും ചോദിക്കണേ, ഈ കൊതുകടി കൊള്ളണമെന്ന് വല്ല നേർന്നിട്ടുണ്ടോന്ന്. എല്ലാ ദിവസവും ഈ കൊതുക് വരുന്ന സമയത്ത് നോക്കിയിട്ട് ഇങ്ങോട്ട് വരും. 5:30-6 മണി നേരത്ത് നേരം വരെ അവിടെ വെറുതെ ചൊറിയും കുത്തിയിരുന്നു. അല്ല, ഇത് കൊതുകടിയുടെ വിഷയമല്ല ഇവിടെ കാര്യം. ഞാൻ ഇവിടെ സിനിമ കണ്ടു കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വെറുതെ ഇരിക്കല്ലേ. അതെ എല്ലാ സിനിമ കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ സിനിമ കഴിഞ്ഞ് വന്നു 3:15 എത്തിയേ. അപ്പോഴാണ് ഉച്ചക്കലത്തെ ഭക്ഷണം കഴിച്ചത്. കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ പിന്നെ കുരച്ചിറക്കി പോയി തുണ്ടുരൂൻ്റെ കടയിൽ പോയിട്ട് മീൻ കൂട്ടാനും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് ചോറുണ്ട് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ക്ഷീണമായിട്ട് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ സിനിമയും കണ്ടു കഴിയുമ്പോൾ പ്രേമേട്ടനൊരു ഫോൺ വിളിയുണ്ട്. കഥയും സിനിമേനെ കുറിച്ചിട്ടുള്ള നിഗമനം പറഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ. പ്രേമേട്ടനൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ പ്രേമേട്ടനും വിളിക്കും. അങ്ങനെ സമയം മുഴുവൻ പോയത്. എല്ലാം ചെയ്യും മുന്നേ വരെ ആയിരുന്നു. എന്നിട്ട് ഇപ്പൊ 6 മണി ഇപ്പോൾ കൊതുകടി കൊള്ളാൻ വേണ്ടിട്ട് വന്നേക്കപ്പം ഇങ്ങട് ഇരുട്ടാവും. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞോ. അതായത് നമ്മുടെ ജീവിതത്തിലേ ചില കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ചില ആളുകളായിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴാവും ചിലപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ അയ്യോ നമുക്കവിടെ കുറെ പണികളുണ്ടല്ലോ, കുറെ കാര്യങ്ങളുണ്ടല്ലോ. സെബാസ്റ്റ്യൻ പോൾ അത് വല്ലപ്പോഴും ഒരിക്കലല്ല, ഇത് എല്ലാ ദിവസവും ഇങ്ങനെ തോന്നുന്നു.
എറണാകുളം MP സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ ഒരു കാര്യം കേട്ടിട്ടുണ്ടോ? ഒരു കാര്യം അല്ല, ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടാ. എനിക്ക് ജീവിതത്തിൽ കോടതിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമില്ല ഒന്നും ചെയ്യാൻ ഇല്ലാണ്ടിരിക്കുന്ന ടൈമിൽ ആന്റിഗണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടകമുണ്ട്. ആന്റിഗണി കേട്ടിട്ടുണ്ടാ? ആന്റിഗണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടകമുണ്ട്. അത് കുറച്ചേരം വായിക്കുന്നു. പിന്നെ എന്ത് കാര്യം ചെയ്യാനും ഭയങ്കര ഉഷാറായിരിക്കും. അപ്പം ഞാൻ അവിടെ നിന്നിട്ട് ആന്റിഗണിയുടെ 2-3 പേജ് വായിച്ചു. അപ്പൊ വന്നാണ് ഇവിടേക്ക് ഞാൻ. മനസ്സിലായ? അത് കാലത്ത് വായിച്ചാൽ മതിയായിരുന്നു. ഈ നേരം കൊണ്ട് വൃത്തിയായിരുന്നേ. മനസ്സിലായ? കാലത്ത് വായിക്കായിരുന്നില്ലേന്നപ്പോ. അത് നിങ്ങളൊക്കെ വായിച്ചിരിക്കേണ്ട സാധനമാണ് ആന്റിഗണി. അയ്യോ എന്തോരം തുളസി തയ്യ ചേട്ടാ. തുളസി തൈകൾ പറിച്ചിട്ട് നമുക്ക് മതിൽ എവിടേക്കാ മാറ്റാ? തുളസി തൈകൾ ഇവിടെ 1000കണക്കിനുണ്ട്. ഇതിപ്പോ എന്തുട്ട് നടാൻ പോണു ഇവിടെ? ചോളം. ഞാനാണ് ഈ തുളസി തൈകളൊക്കെ പറിക്കട്ടെ ചേട്ടാ? തുളസി തൈകൾ കൊറേ ഉണ്ട്. അത് കൊറേ കളച്ചു പോവും. ഞാൻ പറിച്ചോളാം. തുളസി തൈകൾ പറിക്കാം. ഞാൻ പറിച്ചോളാന്ന്. ഇങ്ങോട്ട് വരണ്ട ചേട്ടന്റെ പണി നോക്കി. വന്നു അതൊക്കെ ഞാൻ പറിച്ചോളാന്ന്. ചേട്ടൻ ചോളം നടാന്ന് നോക്കി ഇപ്പൊ ഇരുട്ടാവും. ഇനി അല്ലെങ്കിൽ വീണ്ടും ആന്റിഗണി വായിക്കേണ്ടി വരും. ഇനി ഉഷാറ് വരണെങ്കിൽ ആന്റിഗണി ഇത് അച്ഛനാണ് വായിക്കണ ആൾ. അച്ഛനോട് ചോദിക്കും. ആന്റിഗണി എന്നുള്ള സാരിത കേട്ടിട്ടുള്ളോ? കേട്ടിട്ടുണ്ട്. അത് കഥ കേട്ടില്ല. ആന്റിഗണി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു മഹത്തായ ഒരു സൃഷ്ടി തന്നെ പറയും. മഹത്തായ സൃഷ്ടി എന്ന് പറഞ്ഞിട്ട് സോഫ ക്ലിപ്സിന്റെ 2500ഓളം 2400 കൊല്ലങ്ങൾക്ക് മുമ്പ് ആള് എഴുതിയിട്ടുള്ള ഒരു നാടകമാണ്. അത് നാടകം എന്ന് പറഞ്ഞില്ലേ, അതിനെന്താ പറയാ, ട്രാജഡികളുടെ ട്രാജഡിയാണത്. നമ്മൾ ഓരോ മനുഷ്യനും അത് മനസ്സിലാക്കേണ്ട അതിന്റെ കഥ എന്ന് പറഞ്ഞില്ലേ, ഭയങ്കര പോസിറ്റീവ് ഇത് കിട്ടില്ല. നമ്മള് ഭയങ്കര ദുരിതത്തിലൊക്കെ വന്നിട്ട് ആത്മഹത്യക്ക് പോണൊരു ഇത് വായിച്ചാ മതി. ഒരു മനുഷ്യന്റെ അവസ്ഥ ഇതൊന്നും ഒന്നുമല്ല. അതെ, ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു കാര്യം വന്നത് ഈ അവസരത്തിൽ പറയാമോ എന്ന് എനിക്കറിയില്ലേ. ഞാൻ പറയട്ടെ. തുന്തുരുവിന്റെ 2ാമത്തെ കടയിലേക്ക് ആരോ വന്നു. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വന്നു. കോമഡിയിലാട്ടാ പറയണേ, കാര്യമായിട്ട് പറഞ്ഞതല്ലാട്ടാ. അപ്പോ ആള് വന്നിട്ട് പറഞ്ഞു, നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടാ വന്നേക്കണേ, നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നതാ. അപ്പം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജ്യൂസ് വേൾഡ്. ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും എന്തൊരു ഇത് വന്നാലും ഞാൻ ആ ജ്യൂസ് വേൾഡ് കാണിയിരുന്നിട്ട്. അപ്പോൾ നമ്മുടെ പ്രശ്നമൊന്നും ഒന്നുമല്ല, അതിൽ വലിയ ദുരന്തമാണല്ലോ ഈ കാണുന്നത്. അങ്ങനെയല്ലാട്ടാ ആള് പറഞ്ഞത്. ആൾക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്നതാണ്. സുന്ദരം അതിനെ ഇങ്ങനെയാക്കി പറഞ്ഞു എന്ന് മാത്രം. ചിരിക്കാൻ ഇന്ന് ഇതിലും വലിയ എന്ത് ദുരന്തമാണ് വരാനുള്ളത്. അതിന് ചേട്ടൻ പറഞ്ഞോ? അതായത് ഈ ഗ്രീക്ക് ആവശ്യത്താണ് ഈ സംഗതി നടക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് അല്ല. അവിടെ ഒരു രാജാവുണ്ട്. രാജാവിന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊന്നും ഇത് പറഞ്ഞു കൊടുക്കേണ്ടി വരില്ല കേട്ടോ. ഇവരൊക്കെ ജാതി പുലികളാ. ഇതൊക്കെ വായിച്ചിട്ടുള്ളവരാവും. രാജാവിന്റെ പേര് ഞാൻ വായിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടാ പറയണേ. രാജാവിന്റെ പേര് മറന്നു. ആ രാജാവിന് അപ്പൊ ഇങ്ങനെ ഈ പ്രവചിക്കുന്ന ആളുകളൊക്കെ ഉണ്ടോ, പ്രവചനകാരി, ജ്യോത്സ്യന്മാര്. അത് പണ്ട് കാലത്ത് മറ്റേത് ഏതില് മറ്റേ ജൂലിയസ് സീസറിലാണ്. എല്ലാത്തിലുണ്ട്, മറ്റേ നാടകം എല്ലാത്തിലുണ്ട്. അപ്പൊ ഈ രാജാവിന് ഒരു മകനുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മകൻ രാജാവിനെ കൊന്നിട്ട് ഈ അമ്മേനെ കല്യാണം കഴിക്കും എന്ന് ഒരു പ്രവചനം ഈ രാജാവിന് കിട്ടി. അതായത് ആളെ ഭാര്യനെ മകൻ കല്യാണം കഴിക്കുന്നു, അച്ഛനെ കൊന്നിട്ട്. അപ്പോൾ ഇത് കേട്ടോട് രാജ്യൻ്റെ ഉറക്കമൊക്കെ പോയി. പക്ഷെ രാജ്ഞി ഗർഭിണിയായി. ആ ഗർഭിണിയെ പ്രസവിച്ച കുഞ്ഞിനെ രാജാവ് അകലെ വേറൊരാൾ മുഖേന ഉപേക്ഷിക്കുകയാണ്. വേറൊരു രാജ്യത്ത് കൊണ്ടുപോയിട്ട് കാലിൻ്റെ ഈ തള്ളവരലുമോടെ ഈ തൊളയിട്ടിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് അത് മര്യാദയ്ക്ക് രാജാവിന് വളർത്തിയാൽ മതി. അപ്പൊ ഈ കുട്ടി അമ്മേനെ കണ്ട് വളരും. അപ്പൊ ഒരിക്കലും അച്ഛനെ കൊന്ന് അമ്മേനെ കല്യാണം കഴിക്കില്ലേ. ഇത് വേറെ സ്ഥലത്ത് കൊണ്ട് വിട്ട കാരണമാണ്. അതിന് പിന്നെ അറിയില്ലല്ലോ അമ്മയാണോന്ന് അല്ലേ. അങ്ങനെ ഈ വിധി നടക്കണല്ലോ. അവന് ഈഡിപ്പസ് എന്നാണ് ഈ കുട്ടിക്ക് അന്ന് പേരിട്ടത്. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തെ രാജാവിന് മക്കളില്ല.
ആ രാജാവ് എന്താ ചെയ്യേ ഈ കുട്ടീനെയും കൊണ്ടുപോയിട്ട് അവിടെ വളർത്തി അവിടുത്തെ ഈ രാജ്ഞിയും രാജാവിൻ്റെയും മകനായിട്ട് ഇവൻ വളർന്ന് വലുതായി തുടങ്ങി. അപ്പോൾ ഇവനും ഈ അശരീരി ഇത് അല്ല അശരീരില്ല ഈ പ്രവചനം കേട്ടിട്ടുണ്ട്. അതായത് സ്വന്തം അച്ഛനെ കൊന്ന് അമ്മേനെ വേൾക്കും, അമ്മേനെ കല്യാണം കഴിക്കും എന്നുള്ള പ്രവചനം ഇവൻ പ്രായപൂർത്തിയായി തുടങ്ങിയപ്പോഴേ സരിത ഇവൻ ഇത് കേട്ടു. ഭയങ്കര യോദ്ധാവ് അവൻ, ഈ ഈഡിപ്പസ് ഭയങ്കര യോദ്ധാവാണ്. ഇത് കേട്ടോട് കൂടിയിട്ട് ഇവൻ എന്തിട്ട് ഇവൻ അത്രയും സ്നേഹിച്ച് ജീവിക്കുന്ന അമ്മേനെ കല്യാണം കഴിക്കും, അച്ഛനെ കൊല്ലുന്ന്. അപ്പം എന്തൊരു ചെയ്ത അവൻ അവിടെ നാട് വിടാണ്. അത് ഇവനെ വളർത്തി വലുതാക്കിയ രാജ്യത്ത് നിന്ന് നാട് വിടാണ് ഇവൻ. അപ്പൊ ഇവന്റെ വിചാരം സ്വന്തം അച്ഛനമ്മ ഇതന്നെയല്ലേ സ്വന്തം അച്ഛനമ്മ. അവരും മറ്റത് അറിയില്ലല്ലോ, കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോഴാണ് ഉപേക്ഷിച്ചിട്ടുള്ളത്. അപ്പൊ ഇവരൊരിക്കലും പറഞ്ഞില്ല ഇവനെ കിട്ടിയതാന്ന് പറഞ്ഞിട്ടില്ല. ഇവ എന്താ ഇങ്ങനെ അങ്ങോട്ട് പോയി നാട് വിട്ട് പോവാണ്. നാട് വിട്ട് പോകുമ്പോ വേറെ ഏതോ ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഒരു മുക്കൂട്ട പെരുവഴി എന്ന് പറയാ ഒരു സ്ഥലം, അവിടെ വെച്ചിട്ട് അതായത് ഗ്രീക്ക് വശത്താണ്. ഗ്രീക്കിലൊക്കെ മുക്കൂട്ട പെരുവഴി എന്നൊക്കെ പറഞ്ഞ സ്ഥലമൊക്കെ ചില മിസ്റ്റേക്കുകൾ ഉണ്ടാവട്ടെ. എന്നാലും എന്റെ ഓർമ്മ പശക്കിൽ ചിലപ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്നതൊക്കെ ഒരു വിധം സത്യം അല്ല ഉള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ നാടകത്തിലുള്ളത്. അപ്പൊ കള നിന്നുട്ടാ. അവിടുത്തെ രാജ്യാവാണെങ്കിലോ അതായത് ഇവന്റെ ഒറിജിനൽ അച്ഛനില്ലേ അച്ഛൻ ആള് ഇങ്ങനെ ഈ പ്രവചനം കേട്ടിട്ടുണ്ട്. അയാൾക്ക് അവിടെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആളാണെങ്കിൽ ഒരു തീർത്ഥയാത്രയ്ക്ക് ഇറങ്ങി അന്ന് ആ സമയത്ത് ഒരു ഈ കുതിരവണ്ടി പോലത്തെ ഒരു ഇതില് തീർത്ഥയാത്രയ്ക്ക് ഇറങ്ങിയ ആള്. അത് ഇവന്റെ സ്വന്തം അച്ഛട്ടാ. അങ്ങനെ വഴിക്ക് വെച്ചിട്ട് ഇവനും അയാളും തമ്മിൽ തർക്കമുണ്ടായി. സ്വന്തം അച്ഛനായിട്ട് തർക്കമുണ്ടായി. ഇവൻ അയാളെ വധിച്ചു കഴിഞ്ഞപ്പോ പിന്നെ അവിടുത്തെ നാട്ടുകാരെല്ലാരും കൂടിയിട്ട് ഇവനെ അവിടുത്തെ രാജാവാക്കി. മനസ്സിലായില്ലേ? രാജാവിനെ കൊന്നാള് രാജാവാക്കി. അവിടുത്തെ സ്വാഭാവികമായിട്ടും അവിടുത്തെ രാജ്ഞി ഇവന്റെ ഭാര്യയായിട്ട് മാറി. ഇപ്പൊ സ്വന്തം അമ്മയാണ് ഭാര്യയായിട്ട് മാറിയത്. മനസ്സിലായ? അങ്ങനെ അവിടെ രാജ്യം ഭരിച്ചു തുടങ്ങി. രാജ്യം ഭരിച്ചു തുടങ്ങിയപ്പോ അതില് ഇവന് 2 ആൺമക്കളും 2 പെൺമക്കളും ഉണ്ടായി. അമ്മയിലുണ്ടായി. ആലോചിക്കണം. ആ മക്കള് ശരിക്കും അറിയുമ്പോ ഈ അച്ഛനെന്ന് വിളിക്കുക പവിത്ര സിനിമയിലത്തെ പോലെ ചേട്ടച്ഛൻ വിളിക്കേണ്ടി വരും. ചേട്ടനും അച്ഛനും കൂടി ചേർന്നല്ലേ. എന്തുട്ടല്ലേ വിളിക്കല്ലേ. 2 പെണ്ണ്. അതിലത്തെ ഒരു മോളുടെ പേരാണ് ആന്റിഗണി എന്ന് പറഞ്ഞിട്ടുള്ളത്. 2 ആൺമക്കളുണ്ട്. പിന്നെ അവിടുത്തെ ഈ ഭാര്യക്ക് ഇവർക്കൊന്നും അറിയില്ല, ഈ കഥകളൊന്നും അറിയില്ല കേട്ടോ. ഇവരെ മകനാണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഇവര് മക്കളുണ്ടായി, അവര് വലുതായി. ഇവന്റെ ഈ അമ്മയ്ക്ക് ഒരു ആംഗ്ലയുണ്ട്, ക്രിയോൺ എന്ന് പറഞ്ഞിട്ട്. അമ്മയ്ക്ക് ഒരു ആംഗ്ലയുണ്ട്, ആംഗ്ലയ്ക്ക് ഒരു മോനും ഉണ്ട്. ഈ മോനും ആന്റിഗണിയും തമ്മിൽ പ്രണയത്തിലാണ്. അങ്ങനെ അവിടെ ഇയാൾക്ക് വയസ്സായി കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഈ പ്രവചനം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ ഈ രാജ്യത്ത് കണ്ടമാനം നാശനഷ്ടങ്ങളും ഓരോ സംഭവങ്ങളൊക്കെ സംഭവിച്ചു തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ കാരണക്കാരൻ ഈ രാജാവാണെന്ന് ഈഡിപ്പസ് ആണെന്നുള്ളത് അവിടെ പൊതുവിൽ സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ടായി. അവിടുത്തെ ഈ ജ്യോത്സ്യന്മാർ വന്നിട്ട് പറഞ്ഞു നിങ്ങളതിന് കാരണം അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞാണ്. കാരണമൊക്കെ പുറത്തേക്ക് വന്നപ്പോഴാണ് മകൻ തന്നെയാണ് ഇയാളെ ഭാര്യനെയാണ് വേട്ടത്. ഇയാൾക്ക് ദുഃഖം സഹിക്കുക വയ്യാണ്ട് കണ്ണുകൾ രണ്ടും ആള് സ്വയം കുത്തിപ്പൊട്ടിക്കുകയാണ്. ഈഡിപ്പസ് കാഴ്ച നീ ലോകത്തെ ആരും കാണണ്ട, ഒന്നും കാണണ്ടെന്ന് പറഞ്ഞിട്ട് ആള് സ്വയം കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചിട്ട് ആള് പോവാണ്. ആള് രാജ്യത്ത് നിന്നാണ്ട് പോയി. രാജ്യത്ത് പോണതിന് മുമ്പ് ഈ 2 ആൺമക്കൾ തമ്മിൽ ഇവിടെ അധികാരത്തിന് വടംവലി നടക്കി. 2 ആൺമക്കളിൽ ഒരുത്തൻ വേറൊരു സ്ഥലത്തേക്ക് പോയി, വേറൊരു രാജ്യത്തേക്ക് പോയിട്ട് അവിടെയുള്ള സൈന്യത്തിനും കൂട്ടിയിട്ട് ഇവിടേക്ക് യുദ്ധം ചെയ്യാൻ വന്നു. ഇവനായിട്ട് യുദ്ധം ചെയ്തു. ഈ 2 ചേട്ടനിയന്മാരും യുദ്ധം ചെയ്ത് പടവെട്ടി മരിച്ചു. 2 പേരും മരിച്ചു. 2 പേരും മരിച്ചു കഴിഞ്ഞപ്പോ ഈ പിന്നെ രാജ്യമാവണത് ഇവന്റെ അമ്മാവനാണ്. അതായത് ഇവന്റെ അമ്മേരെ ആംഗ്ലയാണ്, ക്രിയോൺ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രാജാവ് ആവണത്. അയാള് ഈ പെമ്മക്കളെ കടക്കി ഒതുക്കി അതിലത്തെ ഒരുത്തിനടുത്ത് ഈ രാജ്യത്ത് നിന്ന് യുദ്ധം ചെയ്തതിനോട് ഇഷ്ടമാണ് അയാൾക്ക്.
മറ്റവനോട് ദേഷ്യമാണ്. ഇത് എതിർ രാജ്യത്തിനോട് ഇവിടെ വന്നിട്ട് യുദ്ധം ചെയ്യുന്ന ആളോട് ദേഷ്യം. ഇവരെന്തൊരു ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഇത് കഴുകന്മാർക്ക് ഇട്ട് കൊടുക്കണം. ഏത് ശരീരം ഇവനെ രാജ്യബഹുമതികളോടെ സംസ്കരിക്കണം. അപ്പോൾ ഇതിൻ്റെ പേരിൽ ആൻറ്റിഗണിയും ഈ ക്രിയോണും തമ്മിൽ ഭയങ്കരമായൊരു വാക്ക് തർക്കമുണ്ട്. ഈ വാക്ക് തർക്കമാണ് സെബാസ്റ്റ്യൻ പോൾ വായിക്കുന്നത്. അപ്പോൾ അതിന്ന് അപ്പോൾ ഈ ആന്റിഗണിയുടെ അനീതി ഉണ്ടല്ലോ, അവള് പറയണ്ടത് ഈ അമ്മാവനോട് ഇയാളോട് ഇതാ ചെയ്യുമ്പോൾ അവരത് രാജ്യ ശാസനയ്ക്ക് എതിരാണ് നീ ചെയ്യുന്നത്. ഇവള് പറയണത് ഞാൻ അവന്റെ ശവം ശരിക്കും സംസ്കരിക്കുന്നു. ഇയാളായിട്ട് തർക്കം അതിനാണ്. അവനും ഇവനും ഒരേ ഇതാണ്, ഒരേ രാജ്യന്റെ മക്കളാണ്. ചെയ്ത് ശരിയോ തെറ്റോ എന്തെങ്കിലും ആയിക്കട്ടെ, പക്ഷെ അവള് അതിനേതായ ന്യായങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇയാള് സമ്മതിക്കില്ല. അല്ല ഇവളും അനീത്തിയും ചേച്ചിയായിട്ട് കുറെ തർക്കങ്ങളുണ്ടാവും. അപ്പൊ അവള് പറഞ്ഞു നീ എന്റെ കൂടെ നിൽക്കണ്ട, ഞാൻ ഇത് ചെയ്യും. അപ്പൊ ഇത് നടക്കില്ല എന്ന് നിനക്ക് അറിഞ്ഞൂടെ? ചേച്ചി അനീത്തി പറയുന്നത് നിനക്ക് ഇത് ഇവിടെ നടക്കില്ല എന്ന് അറിഞ്ഞൂടെ എന്ന് പറയുമ്പോ ഇവള് പറഞ്ഞു ഏത് കാര്യം നമ്മൾ പരിശ്രമിച്ചാലാണ് വിജയിക്കൂ പരാജയപ്പെടുമെന്ന് അറിയാം. മനസ്സിലായോ? അപ്പൊ ചേട്ടന്റെ ഗുരു ശരിക്കും ആന്റിഗണിയാണല്ലേ. എന്ത് കാര്യം ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ചെയ്യണത് ഇതാണ്. നമ്മൾ ചെയ്ത് കഴിഞ്ഞാലാണല്ലോ വിജയിക്ക് പരാജയപ്പെടുന്നത് അറിയുള്ളൂ. തന്നെ തന്നെ തന്നെ. അങ്ങനെ എന്താ ഒന്നുമില്ല. അങ്ങനെ തർക്കിക്കുമ്പോ ഇവള് ഈ ക്രിയോൻ പറയും, ക്രിയോ എന്ന് പറഞ്ഞു നിനക്ക് അതിന്റെ ശിക്ഷ മരണമായിരിക്കും പറയാം ആന്റിഗണിയോട്. അത് ഇവള് സഹിക്കാൻ തയ്യാറാണ്, അത് പ്രശ്നമില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ ഈ ക്രിയോന്റെ മകനുണ്ട്, അവൻ ആന്റിഗണിയായിട്ട് പ്രണയത്തിലാണ്. അപ്പൊ ആന്റിഗണി അല്ല ക്രിയോണും മകനുമായിട്ടൊരു തർക്കം ഉണ്ടാവും. അവന് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആദ്യം ഈ ക്രിയോൺ ഈ പുരോഹിതന്മാരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ പറയാം എൻ്റെ മകൻ ഞാൻ പറയണ എൻ്റെ അപ്പുറം നീങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാചകമൊക്കെ മുഴക്കും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ ഈ മറ്റേ ഈ എഡിപ്പസിൻ്റെ അമ്മ ആത്മഹത്യ ചെയ്യൂട്ടെ. അങ്ങനെ ഈ അത് വേറെ, അത് സൈഡിൽ ഈ ഇവളെ അപ്പോഴേക്കും വേറെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സംഭവം കഴിഞ്ഞിട്ട് പിന്നെ ഈ ഭടന്മാർ ഇവർ ഈ ശവം പുറത്ത് കഴുകന്മാർക്ക് എറിഞ്ഞ് ഇട്ട് കൊടുക്കാൻ വിചാരിച്ച ശവശരീരമില്ലേ, അത് ആരാ അങ്ങോട്ട് സംസ്കാരം നടത്തി എന്ന് പറഞ്ഞിട്ട് മലയുടെ മുകളിലാണ് സംസ്കാരം നടത്തി എന്ന് പറഞ്ഞിട്ട് ദൂതന്മാർ ഈ ക്രിയോന്റെ അടുത്ത് ഓടി വരും. അത് ഇവളായിരുന്നു, ആന്റിഗണിയാണ് ചെയ്തത്. അപ്പം ഇയാൾക്ക് അങ്ങോട്ട് കലി വരും. അവൾക്കുള്ള ശിക്ഷ അവളെ ഇല്ലാണ്ടാക്കേണ്ട ശിക്ഷ അങ്ങോട്ട് കൊടുക്കുക, ഈ ഉത്തരവ് കൊടുക്കണം. ഉത്തരവ് കൊടുക്കുമ്പോൾ പിന്നെ ഇയാളുടെ മകൻ വന്നിട്ട് ഇയാളായിട്ട് ഭയങ്കര തർക്കം, ആന്റിഗണിക്ക് വേണ്ടി തർക്കം. അത് ഇയാൾക്ക് സഹിച്ചില്ല. ഇയാള് അത് നീയാൽ മകനാണെങ്കിലും ആരാണെങ്കിലും നോക്കില്ല അങ്ങനെയെന്ന് പറഞ്ഞിട്ട് അതിനിടയ്ക്ക് ഈ മകൻ പോയിട്ട് കെട്ടി തൂങ്ങി ആത്മഹത്യയാണ്. ആ മകൻ ആത്മഹത്യ വേണ്ടിയിട്ട് അയാളെ ഭാര്യ ഈ ക്രിയോന്റെ ഭാര്യയും ആത്മഹത്യ ചെയ്യും. ആകെപ്പാടെ കൂടിയിട്ട് ഒന്നിന് പിറകെ ഒന്നായിട്ട് അവസാനം ഈ ക്രിയോണില്ലേ അയാളാകെ മറ്റേ നമ്മുടെ കാട്ടുകുതിരയില് മറ്റേ ഈ തിലകന്റെ ക്യാരക്ടറില്ലേ കൊച്ചുവാവ, വിനീതും മറ്റേ ഈ തമ്പുരാട്ടിക്കുട്ടിയും ആത്മഹത്യയില്ലേ, കെട്ടി തൂങ്ങി ആത്മഹത്യ ചെയ്യുമ്പോൾ ഇയാള് ആകെ ഒന്നുമില്ലാണ്ടാവണ ഒരു അവസ്ഥയില്ലേ അതിലേക്ക് എത്താണ്. ഭയങ്കര ഒരു ട്രാജഡി. നിങ്ങൾ ഈഡിപ്പസ് എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ ഈഡിപ്പസും ആന്റിഗണിയും കിട്ടുകയാണെങ്കിൽ വായിച്ചോളോ. രണ്ടും ഒരു ബുക്കല്ലേ? അത് രണ്ട് ഭാഗങ്ങളായിരുന്നു. സിജ തോമസ് ആണ് ഇത് വിവർത്തനം ചെയ്തോണത്. ഭയങ്കര പാടുമ്പോഴത്തെ ഇത് നടണം. ഇതിന് പറ്റിയൊരു വേഗം തടം ഉണ്ടാക്കിയതാ. ചോളത്തിന്റെ തടം വേഗമാക്ക്. ചോളത്തിന്റെ അല്ല, അപ്പൊ ഈഡിപ്പസ് അല്ല നമ്മളെ തുളസി നടാ ആദ്യം നമുക്ക് കേട്ടാ. തുളസി ഏതെങ്കിലും ഒരു അരുത്ത് മതി ചേട്ടാ. ഇതിപ്പോ അരുത്ത് മുഴുവൻ നോക്കി നമുക്ക് നല്ല സ്ഥലത്താണ്. അല്ല അവിടെ ഇല്ല, നല്ല സ്ഥലത്താണ്. ചാണത്തിനായിട്ട് പോണില്ല നീ പേടിക്കാതിരിക്കും. അപ്പൊ നമ്മളെന്ന് രഞ്ജനിയിൽ നമ്മള് ഇനിയും ഉണ്ട് കേട്ടാ, ഇനിയും കുറെ ഉണ്ട്. ഇനി ഞാൻ ഇത് കുഴിച്ചിട്ടിട്ട് മതി. അത് കുഴിച്ചിട്ട് മതി. നല്ല നാടകങ്ങള് ഭയങ്കര നമുക്ക്. ഇതിപ്പോ നമ്മുടെ വരരുചിയുടെ കഥ പോലെയല്ലേ? വരരുചി ഇതുപോലെ മറ്റേ ശ്ലോകത്തിന്റെ അർത്ഥം അന്വേഷിച്ച് പോകുമ്പോഴല്ലേ മറ്റേ യക്ഷികളി എന്ന് പറയണത്. വരരുചി മറ്റേ ഏത് സ്ത്രീനെ കല്യാണം കഴിക്കുന്ന
ഒരു ആരെയാ കല്യാണം താഴ്ന്ന ജാതിയിലെ സ്ത്രീനെ കല്യാണം കഴിക്കാൻ പോണേന്ന് പറഞ്ഞിട്ട് ഇയാള് കേൾക്കുമ്പോ ആള് ആ പെണ്ണിനെ അന്വേഷിച്ചു പോയി അവിടെ നിന്ന് ആ കുട്ടീനെ തലയിൽ പന്തം അടിച്ച് കയറ്റിയിട്ട് വെള്ളത്തിൽ ഒഴുക്കി വിടും. പക്ഷെ അത് കിട്ടണത് ബ്രാഹ്മൺ ദമ്പതി, കുട്ടികളില്ലാത്ത ബ്രാഹ്മണ ദമ്പതിമാർക്ക് കിട്ടുക. അതിനെ വളർത്തും, എന്നിട്ട് അതിനെ തന്നെ കല്യാണം കഴിക്കും. കല്യാണം കഴിച്ചിട്ട് എപ്പോഴോ ഇങ്ങനെ തല ഇങ്ങനെ തടവുമ്പോ ഇവിടെ ഒരു പാട് ഭാര്യയുടെ. അപ്പൊ ഇത് എന്ത് ഈ പാടും ചോദിക്കുമ്പോഴാണ് പറ, അത് എനിക്ക് ഞാൻ ജനിച്ചപ്പോ ഇങ്ങനെ എന്തോ ഞാൻ ശരിക്കും ഇവരുടെ മോളല്ല, വേറെ എവിടെയോ ജനിച്ചു, എന്നിട്ട് അവരെന്നെ ഇങ്ങനെ തലയിൽ പന്തടിച്ചു വിട്ടിട്ട് ഒഴുക്കി വിട്ടതാന്ന് അല്ലേ. ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സംഭവിക്കാനായിട്ട് നമ്മുടെ മനസ്സിനെ ഒരുക്കും, തയ്യാറാക്കും ചില കാര്യങ്ങൾ. അത് എനിക്ക് ഇപ്പൊ നമ്മുടെ ഈ ഇതിൽ സരിത നമ്മുടെ കുറെ കാര്യങ്ങൾ അങ്ങനെ ഈ അശരീരി ഉള്ളത് കൊണ്ടാണ് ഇത് നടക്കണേ. ഈ അശരീരി വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ അത് അറിഞ്ഞില്ലെങ്കിൽ ഇത് നടക്കില്ല. അതെ, ലോക പ്രശസ്തമായ മറ്റേ നാടകല്ലേ, എന്നിട്ട് ഈ യക്ഷികള് വന്നിട്ട് നീ അടുത്ത രാജ്യാവെന്ന് പറയുന്നത് ജൂലിയസ് സീസർ തന്നെയല്ലേ അല്ലേ. മറ്റേ നാടകം ഭയങ്കര മാക്ബത്തില് ഇയാള് ഡങ്കൻ രാജാവിന്റെ പോരാളിയാണ് മാക്ബത്ത്. ഇയാൾ വേറെ രാജ്യത്തേക്ക് പോയിട്ട് യുദ്ധം ചെയ്ത് ഇങ്ങോട്ട് വരികയാണ്. ഇയാളിങ്ങനെ വരുമ്പോ ഇയാളെ മൂന്ന് യക്ഷികള് വന്നിട്ട് ഇങ്ങനെ പൊട്ടിച്ചേച്ചുകൊണ്ട് പറയും, നിങ്ങൾ ഇവിടുത്തെ അടുത്ത രാജാവേ നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വാഗതം അങ്ങനെ എന്തെങ്കിലും പറയും ആര് മാക്ബത്തിനോട്. അങ്ങനെ മാക്ബത്ത് വന്നിട്ട് ഇയാളെ ഭാര്യയോട് ഈ കാര്യം പറയാണ്. ഭാര്യയോട് കാര്യം പറയുമ്പോ എന്താ കഴിഞ്ഞാൽ ഭാര്യയാണെങ്കിൽ അതുവരെ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യമാണ്. അപ്പൊ നടക്കാനുള്ള ഒരു സ്വപ്നം ഭാര്യയുടെ ഉള്ളിൽ. ഞങ്ങളോട് ഇടയ്ക്ക് വന്നിട്ട് ചോദിക്കില്ലേ ഷവർമ്മ വേണോന്നൊക്കെ ചോദിക്കില്ലേ, നമ്മളതിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല. അപ്പൊ വന്നിട്ട് KFC വേണോ ഇത് വേണോന്നൊക്കെ ചോദിക്കും. അപ്പൊ ഇവരുടെ ഉള്ളിലും മനസ്സിൽ പൂത്തിരി കത്തി കഴിയുമ്പോ ആള് പറയും അത് ഊതിക്കെടുത്തു, ആള് തന്നെ കെടുത്തിട്ട് പറയും നീ അല്ലെങ്കിൽ ഇത്തിരി കഞ്ഞിയങ്ങാനും വെച്ചാൽ മതി, അല്ലെങ്കിൽ നല്ല അത് ഇതൊക്കെ കൂട്ടി കഴിക്കാം, ഇനിയിപ്പോ അത് വാങ്ങിക്കാൻ തൃശ്ശൂർക്ക് പോകണം. പക്ഷെ ഇവരെ മനസ്സിലത്തെ പൂത്തിരി കെട്ടില്ല. അതായത് മാക്ബത്തിന്റെ ഭാര്യയുടെ ഉള്ളിലത്തെ പൂത്തിരി കെട്ടില്ല. അവള് തിന്നിട്ട് ഊതി കനൽ ഊതി കാരണം എന്റെ ഭർത്താവ് രാജാവുമ്പോ ഞാൻ ആരാവാ, രാജ്ഞിയാവും ഇവിടുത്തെ. അപ്പൊ ഞാൻ രാജ്ഞിയാവണമെങ്കിൽ രാജാവ് ഇവിടുത്തെ ഡങ്കൻ രാജാവ് മരിക്കണം. അപ്പൊ അതിനുള്ള വഴികൾ നോക്കണം. ഇനി ഇതിന്റെ കഥയും കൂടി പറയാൻ ഇത് എനിക്ക് നടണം, അത് വേഗം ഒരു തടണ്ടാക്കിയെന്ന്. അല്ലാന്ന് നമ്മള് ഓരോ പ്ലാനുകൾ ഉണ്ടാക്കുമ്പോഴേ ഇങ്ങനെയൊക്കെയാണെന്ന് ഓരോ സംഗതികൾ ഉണ്ടാവുന്നത് മനസ്സിലായ. ശരിക്കും മാക്ബത്തിന്നാണ് മറ്റേ സിനിമ. ഏത് മാക്ബത്തി മറ്റേ സാധനം നമ്മുടെ ഈ ഫഹദ് ഫാസിലിന്റെ ഒരു സിനിമയല്ല നമ്മള് കണ്ടത്. ഈ നമ്മുടെ ഒരു സിനിമയില്ലേ ഫഹദിന്റെ ഒരു ജോബിയ അല്ല ഇയാള് മറ്റേ നമ്മുടെ അയ്യോ നമ്മുടെ മോഹൻലാലിന്റെ മറ്റേ ആ പടത്തിന്റെ പേര് പറഞ്ഞാ മതി. അല്ലടി പടത്തിന്റെ പേര് പറഞ്ഞാ മതി. അതായത് മോഹൻലാലിന് പടത്തിന്റെ പേര് പറഞ്ഞാ മതി. ചേട്ടൻ സ്ഫടികത്തിൽ ആലോചിക്കണേ. അയാളാണ് ഈ ഫഹദിന്റെ അപ്പൻ. അതെ, മനസ്സിലായില്ലേ? ഒരു അതല്ല ഞാൻ പറയണേ, അതൊക്കെ എനിക്കറിയാം. എനിക്ക് സിനിമയുടെ പേര് പറഞ്ഞാൽ മതി. സിനിമയുടെ പേര് അറിയിച്ചിട്ട് ഞാൻ പറയില്ലേ. അതന്നെ പേരുകളാണ് വയസ്സാകുമ്പോ ആദ്യം മറന്നു പോകുന്നത് ഓരോന്നോരോ. ജയസൂര്യല്ല, അത് മറ്റല്ല, അതും മറ്റേ ഇയ്യോബിന്റെ പുസ്തകമല്ല. ഇയ്യോബിന്റെ പുസ്തകം നല്ല രസാ കണ്ടിരിക്കും. ഇതെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റബ്ബറും തോട്ടത്തിന്റെ മതി. ഇനി അതിന്റെ കഥ പറയാം. ഞാൻ തണങ്കൂരി അവസാനം ഇപ്പിരിട്ടോ. അപ്പൊ ഇനിയുള്ള സിനിമ കഥയൊക്കെ നാളെ അടുത്ത എപ്പിസോഡില് തുളസി നടണം. തുളസി ഇവിടെ നടാം. അല്ലല്ല, കണ്ണാടി ഒന്നും ഇല്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇവിടെ ആക്കാൻ പോണേ. അപ്പൊ ഇവിടെ കുറച്ച് തൈകളുണ്ട്. ഇത് പറിക്കട്ടെ. അപ്പോൾ ഇവിടെ വെടുപ്പാകട്ടെ, വേഗം പറിച്ചോ. ഇവിടെ വെടുപ്പാക്കി തരാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ചെറിയൊരു സംഗതിക്ക് വേണ്ടി വന്നിട്ട് ലോഡ് കാര്യങ്ങൾ പറഞ്ഞു കൂട്ടി. അപ്പോൾ നമുക്കിനി തുളസി നടാം. അല്ല ഞാൻ അവലോസ് പൊടി തരാട്ടാ. അല്ല മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെ മഴയിൽ കണ്ടിരുന്ന് ഇങ്ങനെ തിന്നാൻ. FCA തന്നെ വേറെ ഒരു പണിക്കാരന്റെ പണി നമുക്ക് ആയിട്ട് തന്നു പറഞ്ഞ ദിവസക്കൂലി. അതായത് ചാക്കിന് 750 വെച്ച്
ഒരു ചാക്കിന് 70 പൈസ വെച്ച് കിട്ടും. 50 പൈസ. വേറെ ഒരു ഇതുമില്ല, ഒരു ആനുകൂല്യങ്ങളും വേറെ ഒന്നുമില്ല. പണി ഉണ്ടായിരുന്ന സമയത്ത് എത്രയാ വെച്ചിട്ട് കിട്ടാ? അപ്പൊ 10-12 രൂപ ഉണ്ടാവല്ലോ. പകുതി കാശ് കിട്ടും. 750. വേറെ ആനുകൂല്യങ്ങളൊന്നും ഇല്ല. മറ്റത് പകരപ്പണിക്കാരെന്ന് പറഞ്ഞാലേ ചാക്ക് 50 കിലോ ഒരു ചാക്ക് ചോന്ന് അത്രയും ദൂരത്തേക്ക് അതിന് കിട്ടാ അല്ലേ? 70 പൈസ. അല്ല അത് കുഴപ്പമില്ല. നമുക്ക് അതിൽ എത്ര രൂപ അരി ഉണ്ടാവും? ചാക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7500 രൂപ കിട്ടില്ലേ? 1000 ചാക്ക് എങ്ങനെ ചോക്കാൻ പറ്റിയ? 1000 ചാക്ക് കൊണ്ടുപോയി ചോക്കണെങ്കിൽ അങ്ങനെ തന്നെ മെഡിക്കൽ എനിക്ക് കൊണ്ടുപോകാം, മോർച്ചറിയിലേക്ക്. 1000 ചാക്കൊന്നും പറ്റുന്നില്ല ഒരാള്. ഞാൻ വെറുതെ പറഞ്ഞതാ. നമുക്ക് തമാശ പറയാം. മാക്സിമം ഒരു 350-400 ചാക്ക് ചോക്കല്ലേ? ഇന്നലെ ഞാൻ പറയാം. ഇന്നലെ അവിടെ ബാഗ് ഉണ്ടായിരുന്നു. കൈക്കോട്ട് കൂലി ഇന്നലെ ഒരു 3250 രൂപ കൂലി. 750 ചാക്കിന് അടിച്ചു നോക്കി. നീ അപ്പൊ എത്ര ചാക്ക് ചോന്നൊന്നും അറിയാലോ. 735 ഒരു 450 ചാക്ക്. 735 അപ്പൊ ശരിയാ 450 ചാക്കോളം. 450 ചാക്ക് ഇന്നലെ ചോന്നു. അതിന് നമ്മളൊരു ടീമാകുമ്പോ 3 ആള് പൊക്കി കൊടുക്കാൻ വേണം. നിർത്തി കൊടുക്കാനും 3 ആള് വേണ്ട. അപ്പൊ ചാക്ക് കൂടി നമ്മള് ചോക്കണ്ടേ? മാറ്റം വരുന്നതേ. അത് ശരി, കണക്കുണ്ട് ഇപ്പൊ അതിന്. പക്ഷെ പണ്ടത്തെ ചാക്കാണില്ലേ 100 കിലോന്റെ ചാക്കായി വരുന്ന കാലത്ത് എന്താ പറയാ, ഇപ്പൊ ഈ ആൾക്കാർ 60 പൈസ വരെ പറ്റില്ല. അപ്പൊ 60 പൈസ വരെ പണിയാൻ പറ്റില്ല. ശരിയാ. അപ്പൊ ഒരു മുന്നേ ആൾക്കാർ 40 പൈസ ആകുമ്പോഴേക്കും 45 പൈസ ആകുമ്പോഴേക്ക് നിർത്തി പോവില്ല. മുട്ടിനാവും എല്ലാവർക്കും പ്രശ്നം വരല്ലേ? എല്ലാവർക്കും മുട്ടിന് തന്നെ വെയിറ്റ് എടുക്കുമ്പോ മുട്ടിലേക്കല്ലേ ഇത് വരണേ. ഞങ്ങളെ പണ്ടേ ഈ അല്ലാട്ടൻ പണിക്ക് പോയ ടൈമില് ഈ ഇങ്ങോട്ട് വാ, ഇവിടുന്ന് തുറസായ സ്ഥലത്തേക്ക് വന്നു. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പണിക്ക് പോയി കഴിയുമ്പോ പുറം പൊട്ടലാണല്ലേ, ചാക്ക് ഇങ്ങനെ ചോക്ക ഇങ്ങനെ 100 കിലോന്റെ ചാക്ക് ബനിയേടല്ലേ. അപ്പൊ ഈ പുറം വരണ്ട് പൊട്ടാണല്ലേ, ഇങ്ങനെ എന്താ പറയാ തൊലി ഒരഞ്ഞൊരഞ്ഞു പോകും. അപ്പൊ പിന്നെ ബനിയൻ കിട്ടണം. ബനിയൻ ദുബായിൽ നിന്ന് വരുന്ന ബനിയൻ അല്ലേ, സാൻഡ ബനിയൻ, കയ്യില്ലാത്ത സാൻഡ ബനിയൻ. അത് നമ്മള് ഒരു സായിവിന്റെ ഇടയ്ക്ക് വാങ്ങിയ സൈക്കിളുമ്മ ചേർപ്പിലേക്ക് പോയി ഓർമ്മയില്ല. ഈ ചാനത്തിക്ക് അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള ഒരാള് പോലും അറിയാണ്ടാണ് ഈ മുണ്ടും ബനിയനും കൊണ്ടുവരാം. അങ്ങനെ ഒരു അയാള് പെരിഞ്ചേരി പോസ്റ്റ് സ്റ്റേഷൻ ഞാൻ ജോലി ചെയ്യുന്ന ടൈമിലേ പോസ്റ്റ് ഓഫീസിലേക്ക് വരും. അങ്ങനെ അറിഞ്ഞതാണ് അവര് നമുക്ക് രഹസ്യമായിട്ട് ആള് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് എത്ര വട്ടം പറഞ്ഞിട്ടാന്ന് അറിയിക്കൊണ്ടത്. ആ ബനിയൻ കുറേ നാളിട്ടില്ല. സാധാരണ ബനിയൻ നമ്മൾ ഈ മേച്ചേരിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് അത് ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അന്ന് തന്നെ കീറില്ല. ഇത് മാസങ്ങളോളം ഇടാൻ പറ്റും. അതാണ് ഇതിന്റെ ഗുണം. അത് കഴിഞ്ഞിട്ട് നമ്മള് പിന്നീട് അളിയൻ ഈ കല്യാണം കഴിഞ്ഞപ്പോ അങ്ങനത്തെ ബനിയനിൽ കൊണ്ടുവന്നു പറഞ്ഞിട്ട് വരത്തിച്ചു. ഗൾഫിലുള്ളവർക്ക് കിട്ടുള്ള ഈ സാധനം നമുക്ക് കിട്ടില്ല അന്ന് കാലത്ത്. പിന്നീട് സുലഭമായിരുന്നുണ്ട്. പിന്നെ ഗൾഫിൽ നിന്നുള്ള പിന്നെ ഉദാരവൽക്കരണം നടന്നല്ലോ. ഉദാരവൽക്കരണം നടന്നപ്പോ പിന്നെ നമുക്ക് ലോകത്തിന്റെ അവിടെയുള്ള സാധനങ്ങൾ നമുക്ക് എന്നും പഴയ പോലെ തന്നെ പണി. അതന്നെ. അന്ന് റിട്ടയർമെന്റിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ പിറ്റേ ദിവസമാണ് അതിന്റെ പിറ്റേ ദിവസം തോന്നുന്നുണ്ട് നമ്മളിവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ അല്ലഞ്ചേട്ടൻ അവിടെ ഉറക്കത്തിന്ന് എണീറ്റിട്ട് വന്ന് ഇങ്ങനെ ആകെ ശോകം മൂകനായിട്ടിരിക്കുന്നത് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കും കണ്ടപ്പോൾ വിഷമം തോന്നിയിട്ടാണ്. നല്ല ആക്റ്റീവായിട്ടിരുന്നോടെ ആള് പെട്ടെന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞോടുകൂടി ആകെ ഒന്നും ചെയ്യാനില്ലാത്ത പോലെ കൃത്യനിഷ്ഠ പോയി എന്നൊക്കെ പറഞ്ഞു അല്ലഞ്ചേട്ടൻ. അപ്പോൾ അല്ലഞ്ചേട്ടൻ്റെ ബാക്കിലായിട്ട് കുറച്ച് കുപ്പികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലഞ്ചേട്ടൻ്റെ ക്ഷീണത്തിന്റെ കാരണം മനസ്സിലാവുന്നുണ്ട്, ബാക്കിൽ കുപ്പികൾ കുറയുന്നു. കുപ്പികള് സെന്റ് ഓഫിന് പോകുന്നവർക്ക് ഏത് ആൾക്കാർക്കായാലും സാധനം കൊടുക്കില്ല നമ്മള്. സെന്റ് ഓഫിനെ അവിടുന്ന് ഒരു 10-40 പേര് വന്നിട്ട് നടന്നു. അവർക്കുള്ള കുപ്പി നമ്മൾ കരുതിയിരുന്നു. അതാണ് കേട്ടോ, അല്ലാണ്ട് മുഴുവൻ ചേട്ടാ കുടിച്ച് തീർത്തിട്ട് അതിന്റെ ഹാങ് ഓവറിൽ ഇരുന്നതല്ല കേട്ടോ അത്. ഇപ്പൊ നിങ്ങൾ അങ്ങനെ വിചാരിച്ചാലും നമുക്ക് കുഴപ്പമില്ല. എന്നെ കണ്ട ഒരു കുടീന്റെ പോലെ അയ്യോ ചേട്ടൻ ഇതുപോലെ പണിയാൻ പറ്റില്ല. ഇപ്പൊ പെൻഷൻ പറ്റിപ്പോ പണി കൂടി തൃശ്ശൂർത്തിയുമായി ഇപ്പൊ ഓടി നടന്നിട്ട് പണി എടുക്കണം. ആദ്യം ഒരു സ്ഥലത്തിൽ പോയാൽ മതിയായിരുന്നു, 3 സ്ഥലമായി.
അല്ല നമ്മൾ കിട്ടുന്നത് പണിയാ അത്. അല്ല അത് ജമന്തി. ജമന്തി ജമന്തി, ഉണ്ടമല്ലി, സെന്റുമല്ലി. അതിലേക്ക് ചാണം വെച്ചിട്ട് മണ്ണിട്ടുള്ളൂട്ടാ. ആ വേഗം വരണെങ്കിലേ ആ ചെണ്ടുമല്ലിക്ക് ചാണം വെച്ച് മണ്ണിട്ടുണ്ട്, മറ്റേന് വെച്ചിട്ടില്ലേ. അതിനും വെച്ച് മണ്ണിട്ടുള്ളൂ. എന്നിട്ടാണ് ചെറുേട്ടന് ഫുൾ ടൈം എന്തേലും തിന്നോണ്ടിരിക്കണല്ലേ. ആത്തങ്ങളതാ. ആ ഞാൻ ചേട്ടൻ മാത്രമുള്ള ചേട്ടനെ കടത്തി വിട്ടു. ചെറുേട്ടൻ ഫുൾ ടൈം വായാനിങ്ങോണ്ടിരിക്കണം. അതെ പച്ചക്കറി തന്നെ, അല്ലാണ്ട് ഇറച്ചി മീനല്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ കഴിച്ചോണ്ടിരിക്കണം. ഇതെന്തിട്ട് സാധനം? പപ്പായ. ആ എന്തെങ്കിലുമൊക്കെ തിന്നാ. ചേട്ടൻ അത് തന്നെ പറയാ, വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. പിന്നെ നാശായി പോണ്ടാച്ചിട്ട് എന്തൊരു തപ്പണ്. ഇളയം കാണോ? ഞാൻ എടുത്തിട്ട് ഏത് ഈ വാഴ അല്ലേ? പേരാണ് മഴയില്ലാത്ത സമയം നോക്കി. തുളസി നടാണ്. ഒറ്റ കൈ കൊണ്ട് നടുമ്പളേ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ചെറുേട്ടനാണ് അവലോസ് പിടി. മധുര എവിടെന്നാ? മധുര അത് നമുക്ക് കഴിക്കേണ്ട നേരത്തല്ലേ. നമുക്ക് വേണമെങ്കിൽ മധുര അല്ലെങ്കിൽ പഴം കൂട്ടി കുഴച്ചിട്ടൊക്കെയല്ലേ, അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമല്ലേ. അത് ഞാൻ വേണമെങ്കിൽ കുഴിച്ചിടാം. ചേട്ടാ കുഴി കുത്തി പൊക്കോ. അതെ ആ ഇവിടെ നിറച്ച് തൈ നിൽക്കുകയാണ്. കളയ്ക്കുമ്പോ ഒക്കെ പോവാ. ഞാൻ അവിടെ നിന്ന് പറിച്ചതാ. എന്ത് തുളസി ഉണ്ടെങ്കിലാ? ആ തുളസിമിലേക്ക് ഒരു പ്രാണി വരും, ഒരു ഈച്ച. അതെ വിറ്റങ്ങള് മറ്റേ ആ കായ്ച്ചക്കണി അങ്ങടില്ലേ, ഫെറമോൺ കണി, അത് വെച്ച് കഴിഞ്ഞ് അല്ലാന്ന് അതില് കണ്ടുണ്ടാ. ഇത് മോന്നിരിക്കണ പ്രാണികളാണ് അതിന്റെ ഉള്ളിൽ നിറച്ചിട്ടുണ്ടാവുക. ഇത് അമ്പലങ്ങളിലേക്ക് കൊടുക്കാൻ വേണമെങ്കിൽ തുളസി അല്ലേ. അതെ അതന്നെ. ഇപ്പൊ കൊറേ നാളായിട്ട് മഴ അത് ഇതങ്ങനെ ഓരോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജുവിന്റെ കല്യാണത്തിന് ശേഷം ഒറ്റ വീഡിയോയിൽ വന്നിട്ടില്ലല്ലേ ചെറുേട്ടൻ. ചെറുേട്ടനാണെങ്കിൽ പരീക്ഷണങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. ശരിക്കും ചെറുേട്ടൻ ഒരു ചാനൽ തുടങ്ങിയാൽ മതി, ചെറുേട്ടന്റെ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ട്. പരീക്ഷണങ്ങൾ ചെറുേട്ടന്റെ വീഡിയോകൾ മാത്രം ഇട്ടാൽ മതി, ഭയങ്കര രസമായിരിക്കും. ആരും സഞ്ചരിക്കാത്ത വഴികളിൽ കൂടെയൊക്കെ ചെറുേട്ടൻ സഞ്ചരിക്കും. ആ അതെ. ടെസ്റ്റ് ചെയ്താ മറ്റേത് ചെക്കപ്പ് ചെയ്താ? ഫുൾ ബോഡി ചെക്കപ്പ് ഇല്ലേ? ചെയ്താ? എല്ലാം ചെയ്താ? ഇല്ലേ? കിഡ്നി ലിവറും ഒന്നും ചെയ്തില്ലേ? ചെയ്താ? ചെറിയ പേടി അതൊക്കെ ചെയ്യാൻ നോക്കിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ അത് ആരും ചെയ്യണ്ടെന്ന്. കുഴപ്പമില്ലല്ലോ. ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല. 62 വയസ്സായില്ലേ. നല്ലപ്പോഴല്ലേ പെൻഷൻ പറ്റിയേ. 2 കൊല്ലം മുമ്പ് പെൻഷൻ പറ്റിയേ. 60 വയസ്സ് കഴിഞ്ഞ പിന്നെ ഇപ്പൊ എത്രയുള്ളൂ? ഇതൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ആരെ പ്രേമേടനല്ലേ പറഞ്ഞ 60 വയസ്സായി പിന്നെ മരുന്നുകളൊക്കെ നിർത്തുന്നു. ഒറ്റ മരുന്നുകൾ പിന്നെ കഴിക്കണ്ടാന്ന് മനുഷ്യന്മാര്. പിന്നെ ഒറ്റ മരുന്ന് കഴിക്കരുതെന്ന്. അല്ല ആൾക്ക് മരുന്നൊന്നും ഇല്ല, വല്ല മരുന്നുകൾ ഉണ്ടെങ്കിൽ തന്നെ. 55 വയസ്സ് ചേട്ടന്റെ അതേ പ്രായം. ഞങ്ങളൊരേ പ്രായ. കാലത്തും മഴണ്ടായ ഒരു സുഖമില്ലേ, നേരം വെക്കുമ്പോ മഴണ്ടായ രസല്ലേ. അതന്നെ ഒരു വെയിലുണ്ടെങ്കിൽ സുഖം വേറെ. അതന്നെ കാലത്തന്നെ മഴ ഇങ്ങനെ കുത്തി പിടിച്ച് ഇരിക്കാൻ തോന്നും അല്ലേ. ഒരു ഇതും ചെയ്യാണ്ട് ചടഞ്ഞോടിയിരിക്കുക. ചെറിയ പിന്നെ വല്ല അതിനവിടെ മഴയെ കാരണം ബെഞ്ചിമിരിക്കാൻ പറ്റില്ലല്ലോ. ആ അടുപ്പിന്റെ അവിടെ അല്ല ഞാൻ ചുറ്റുന്നോണം ബെഞ്ചിമല. ആ മണ്ഡലകാലം തൊട്ട് അവസാനം അതന്നെ ഒരിക്കലും കേടാണ്ട് അടുപ്പ് ഒരിക്കലും കെടില്ലാത്ത പോലെയാ. എപ്പോഴും ഇങ്ങനെ വെള്ളം അത് ഇത് ചോറ് അത് കത്തിക്കൊണ്ടേയിരിക്കും. അത് നല്ല ചൂടാണ്. എന്തായാലും അത് നല്ല വളമായി. അത് തിന്നാൻ പറ്റുമോ?
ചാണത്തിൽ മുങ്ങിയിട്ട് ഏത് അത് പറ്റി പോവും, അത് കുറച്ച് കഴിഞ്ഞ് പറ്റി പോവും. ചാണത്തിന്റെ ടേസ്റ്റ് ആയിരിക്കും ആ മധുരക്കിഴങ്ങ്. ഏയ് അതൊന്നും ഉണ്ടാവില്ലേ, അതൊക്കെ എടുക്കും നമ്മള്. പിന്നെ മധുരക്കിഴങ്ങ് ഭയങ്കരതല്ലേ, എല്ലാ എവിടെ നോക്കിയാലും മധുരക്കിഴങ്ങ്. അപ്പൊ മധുരക്കിഴങ്ങ് ആ ലൂലൂലേക്ക് മയമ്മ അല്ല മധുരക്കിഴങ്ങ് ലൂലൂലേക്ക് എന്തോരാന്ന്. അല്ല വില കുറഞ്ഞപ്പോ, വില കുറഞ്ഞ ആളുകൾ എന്തോരം വാങ്ങിച്ചു കൊണ്ടു മധുരക്കിഴങ്ങ്. ഇരട്ടായി സിമ്പിളായിട്ട് ഭക്ഷണം ഉണ്ടാക്കാതെ അത് ബെസ്റ്റാണ് മധുരക്കിഴങ്ങ്. മധുരക്കിഴങ്ങ് കൊണ്ട് നാളെ എന്തിട്ട് ഉണ്ടാക്കിന്ന് പറഞ്ഞ ജഗു വലിച്ചു തന്നു പറഞ്ഞത് മസാല ദോശയാ. അസലായിട്ട് തിന്നില്ല വന്നിട്ട് ലാസ്റ്റിൽ ഞാൻ പറയുന്നത് മധുരക്കിഴങ്ങും മത്തൻ കഴിക്കാന്ന് പറഞ്ഞപ്പോ അപ്പൊ ഞാൻ തിന്നില്ല. സാമ്പാറിലും ഉണ്ടായിരുന്നു, സാമ്പാറിലും കണ്ണിയേണ്ട സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്റെ കയ്യിൽ കിട്ടിയതൊക്കെ ഇട്ടു എന്നൊക്കെ പറഞ്ഞു വലിച്ച. Pulayelo